ശാസ്ത്രീയ തെളിവുകളുടെ അഭാവവും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വീഴ്ചയും ഈ രണ്ട് കാരണങ്ങളാണ് വണ്ടിപ്പെരിയാർ കേസിലെ പ്രതിയെ വെറുതെ വിടാൻ കോടതിയെ പ്രേരിപ്പിച്ചത്. എന്നാൽ കുട്ടി കൊല്ലപ്പെട്ടതാണെന്നും ലൈംഗിക ചൂഷണത്തിന് ഇരയായെന്നുമുള്ള പോലീസിന്റെ കണ്ടെത്തൽ ശരിവെക്കുന്നുമുണ്ട്. തെളിവുകൾ ശേഖരിക്കുന്നതിലും അത് സംരക്ഷിക്കുന്നതിലും പോലീസ് ഗുരുതര വീഴ്ച വരുത്തി. 2021 ജൂൺ 30-നാണ് കുട്ടി കൊല്ലപ്പെടുന്നത്. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ കുട്ടിയുടെ വീട്ടിൽ തെളിവെടുപ്പിനായി എത്തുന്നത് ജൂലൈ 1-ാം തീയതിയാണ്. രക്തമടക്കമുള്ള ശരീരസ്രവങ്ങൾ ശേഖരിക്കുന്നതിൽ വീഴ്ച വന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിശ്വാസ്യതയെ പോലും കോടതി സംശയത്തോടെയാണ് കാണുന്നത്. വിരലടയാളം പോലും പോലീസ് ശേഖരിച്ചിട്ടില്ലെന്ന് കോടതി വിമർശിക്കുന്നു. ശാസ്ത്രീയ തെളിവുകളുടെയും മറ്റ് സാഹചര്യ തെളിവുകളുടെയും അഭാവത്തിലാണ് പ്രതിയെ കോടതി വെറുതെ വിടുന്നത്. കേസ് അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് സമ്മതിക്കുമ്പോഴും മതിയായ ശാസ്ത്രീയ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ അവകാശപ്പെടുന്നത്. പോലീസ് അന്വേഷണത്തിൽ അങ്ങനെ പോരായ്മ എന്ന് പറയാൻ ഇല്ല. പിന്നെ ഏത് അന്വേഷണത്തിലും ആദ്യ ദിവസങ്ങളിൽ കുറച്ച് പോരായ്മകൾ അവരെ അറിയാതെ തന്നെ വരാൻ ഇടയുണ്ട്. അതുപോലൊക്കെ ഈ കേസിലും വന്നിട്ടുണ്ടാകാം. വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.